وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എഴുത്തിക്കാഫിൻ്റെ നിയ്യത്തിൽ ഇൽമ് പഠിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ മിസ്ല് സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകളിലേക്ക് ഒരു സന്തോഷമായി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമുഖമില്ല വിഷയത്തിലേക്ക്. ഖുർആൻ ദൈവികം, കാലികം, സമഗ്രം എന്ന തലവാചകമാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഓതിവെച്ച ആയത്തുകളുടെ സംക്ഷിപ്തം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് നസീബീൻ പ്രദേശത്തുള്ള ജിന്നുകൾ പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്ന രംഗമാണ് അധ്യായം അൽ അഹ്ഖാഫിലെ 29, 30, 31, 32 വചനങ്ങളിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. ആ സംഭവത്തിൽ നിന്നു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ജിന്നുകൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ മധുരമായ പാരായണം കേട്ട് അവർ തിരിച്ചു ചെന്ന് അവരുടെ സുഹൃത്തുക്കളോട് പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം പങ്കുവെക്കുന്നുണ്ട്. ആ പങ്കുവെക്കലിൽ ജിന്നുകൾ തിരിച്ചു ചെന്നു പറഞ്ഞത് പ്രധാനമായും ഈ 3 വിഷയങ്ങൾ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ ദൈവികമാണ്, അത് കാലികമാണ്, സമഗ്രമാണ്. ഞാൻ ആദ്യം ആ സംഭവം ഒന്ന് പറയാം. ഖുർആൻ ആയത്തുകളുടെ വെളിച്ചത്തിൽ വഇദ് സറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്ന്, നബിയെ അങ്ങയിലേക്ക് നാം തിരിച്ചുവിട്ടു. നഫറം മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകളെ അങ്ങയുടെ സമീപത്തേക്ക് നാം തിരിച്ചുവിട്ടു. അവർ യസ്തമിഊനൽ ഖുർആൻ, അവർ പരിശുദ്ധ ഖുർആൻ വളരെ സാഭൂതം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങയുടെ സമക്ഷത്തിൽ അവരെത്തി. അവരെല്ലാവരും കൂടെ തിരുസമക്ഷത്തിൽ വന്നപ്പോൾ ഫലമ്മ ഹളറൂഹു ഖാലു അൻസിതു,
അവർ തന്നെ ഖുർആനിൻ്റെ മധുരമായ ശബ്ദമിങ്ങനെ കേട്ടപ്പോൾ അവർ തന്നെ പരസ്പരം പറഞ്ഞു, അൻസിത്തു, ആരും ഇനി മിണ്ടരുത്, ഖുർആൻ പാരായണമാണിത്, അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധാപൂർവം എല്ലാവരും ഇത് ശ്രവിക്കണമെന്ന് അവർ തന്നെ പരസ്പരം പറഞ്ഞു. അങ്ങനെ ഫലമ്മാ ഖുളിയ, ഖുർആൻ പാരായണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവർ തങ്ങളുടെ സമൂഹത്തിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഈ ഖുർആനിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നൽകിക്കൊണ്ടവർ തിരിച്ചു ചെന്നു. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഖാലു, ആ ജിന്നുകൾ ചെന്നിട്ട് പറഞ്ഞു, അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു, യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദീ ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം. അവർ ചെന്ന് തങ്ങളുടെ സുഹൃത്തുക്കളോട് പങ്കുവെച്ച ആശയം പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. യാ ഖൗമനാ ഇന്നാ സമിഅനാ, ആ ജിന്നുകൾ തിരിച്ചു ചെന്ന് അവരുടെ സുഹൃത്തുക്കളോട് അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ, ഞങ്ങളിതാ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചു കേട്ടിട്ടുണ്ട്, കിതാബൻ, ഒരു പരിശുദ്ധമായ ഗ്രന്ഥമാണ്, ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദീ ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം. ഉൻസില, ആ പരിശുദ്ധമായ ഗ്രന്ഥത്തെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് അവതരിപ്പിച്ചത്? ആ ഗ്രന്ഥം ദൈവികമാണ്. ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളൊരു വചനം കേട്ടിട്ടുണ്ട്. സൂറത്തുൽ ജിന്നിലും ഈ വിഷയം തന്നെ പറയുന്നുണ്ട്, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഞങ്ങൾ അത്ഭുതാവഹമായ ചില വചനങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ജിന്നുകൾ കേട്ടവർ തങ്ങളുടെ സുഹൃത്തുക്കളോട് പങ്കുവെച്ചു. ഇവിടെ ജിന്നുകൾ പറയുന്നത്, ഞങ്ങൾ ഒരു വേദഗ്രന്ഥത്തിൻ്റെ വളരെ ആരുറപ്പുള്ള വചനങ്ങൾ കേട്ടിട്ടുണ്ട്. ആ വചനങ്ങൾ ഉൻസില, അതിനെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജനങ്ങൾക്ക്, ലോകർക്കു വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള വചനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ദൈവികമാണെന്നതിന്, അല്ലാഹുവിൻ്റെ കലാമാണ്, സ്രഷ്ടാവായ അല്ലാഹുവിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ എന്നതിന് ആധുനിക കാലത്ത് തന്നെ അനവധി തെളിവുകൾ, ഭൗതികന്മാരായ വലിയ വലിയ ബുദ്ധിശാലികളായ ആളുകൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ഇഴകേറി പഠനം നടത്തിയിട്ട് അവർ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായ സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇത് അല്ലാഹുവിൽ നിന്നുള്ള വചനമാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തതാണ്. പടച്ച റബ്ബിൻ്റെ ഈ വചനങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് ഓതിക്കേൾപ്പിച്ചു. ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ ഇത്ഖാൻ എന്ന ഖുർആനിൻ്റെ തജ്വീദ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയത്തുകളെ 12 തരം തിരിച്ചിട്ടുണ്ട്. ആയത്തുകൾ 12 തരം തിരിച്ചു. ഒന്നാമത്തേത് മക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തുന്നതിനു മുമ്പ് അവതീർണമായ ആയത്തുകൾ. രണ്ടാമത്തേത് മദനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തിയതിന് ശേഷം അവതീർണമായ ആയത്തുകൾ. അത് മദീനയിൽ വെച്ച് തന്നെ അവതരിപ്പിക്കപ്പെട്ടു എന്നാവണമെന്നില്ല, അത് ചിലപ്പോൾ മക്കയിൽ നിന്നുമാവാം. ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ.
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലരിയായ ആയത്തുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നാട്ടിലുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ യാത്രയിൽ അല്ലാത്ത ഘട്ടങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഹലരിയായ ആയത്തുകളാണ്. സഫരിയായ ആയത്തുകളുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിലായിരിക്കെ അല്ലാഹുവിൽ നിന്ന് വന്ന ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുഹ്ഫയിൽ എത്തിപ്പെട്ടപ്പോൾ ഇന്നല്ലദീ ഫറള അലൈക ലറാദ്ദുക ഇലാ മആദ്, ഖുർആൻ പറഞ്ഞു, നബിയെ നിങ്ങളെ പടച്ച റബ്ബ് നിങ്ങളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. നബിയെ ജുഹ്ഫയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഇത്തരം ആയത്തുകൾ യാത്രയിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ്. ലൈലിയായ ആയത്തുകൾ രാത്രി സമയങ്ങളിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ് ലൈലിയായ ആയത്തുകൾ. നഹാരിയായ ആയത്തുകൾ ഉണ്ട്. അഥവാ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പകൽ സമയത്ത് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ് നഹാരിയായ ആയത്തുകൾ. രാത്രിയിൽ അവതീർണമായത് ലൈലിയും പകലിൽ അവതീർണമായത് നഹാരിയുമാണ്. സ്വൈഫിയായ ആയത്തുകൾ ഉഷ്ണകാലങ്ങളിൽ, നല്ല ശക്തമായ ചൂടുള്ള കാലങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ സ്വൈഫിയായ ആയത്തുകളാണ്. ശിതായിയായ ആയത്തുകൾ ശൈത്യകാലങ്ങളിൽ അവതീർണമായ ആയത്തുകൾ ശിതായിയായ ആയത്തുകൾ എന്ന് പറയപ്പെടുന്നു. ഫിറാഷിയായ ആയത്തുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോടൊന്നിച്ച് വിരിപ്പിൽ കിടക്കുന്ന സമയത്ത് വന്നത് ഫിറാഷിയായ ആയത്ത്. മഹദിയായ സയ്യിദത്തുന ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കൂടെ കിടക്കുമ്പോൾ മാത്രമാണ് അവിടത്തേക്ക് ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ഫിറാഷിലിരിക്കുമ്പോൾ മാത്രമാണ് മറ്റു ഭാര്യമാർക്കൊന്നും ആ ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് സയ്യിദത്തുന ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങൾ പള്ളിയിൽ കിടക്കുന്നു. അവിടുത്തെ തല എൻ്റെ മടിയിലേക്ക്, പുറത്തിരിക്കുന്ന വീട്ടിലിരിക്കുന്ന എൻ്റെ മടിയിലേക്ക് നീട്ടിവെച്ചു. ആ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ആയത്ത് അവതീർണമായി. അപ്പോൾ അവിടുത്തെ തലക്ക് ഭയങ്കര ഭാരം അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ തുടയല് പൊട്ടിപ്പോകുമോ എന്നുവരെ ഞാൻ ഭയന്നു എന്ന് സയ്യിദത്തുന ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ. ഫിറാഷിയായ ആയത്തുകൾ ഭാര്യമാരോടൊന്നിച്ച് ഫിറാഷിലുള്ളപ്പോൾ വന്ന ആയത്ത്. നൗമിയായ ആയത്തുകൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ വന്ന ആയത്തുകൾ, ഹബീബായ തങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വന്ന ആയത്തുകൾ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബ് മുത്തുനബി ഒന്നിങ്ങനെ തൂങ്ങിയുറങ്ങി സ്വഹാബികൾക്കിടയിൽ വെച്ച്. എന്നിട്ട് പെട്ടെന്ന് ഞെട്ടിയുണർന്നു. വൽ ബുഷ്റാ തുറാ ഫീ വജ്ഹിഹി, ഹബീബായ തങ്ങളുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രസന്നത. ഒന്നിങ്ങനെ തൂങ്ങിയുറങ്ങി ഞെട്ടിയുണർന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം മുഖത്തുണ്ട്. മുത്തുനബി ചോദിച്ചു, എന്തിനാണ് ഞാനിപ്പോൾ സന്തോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ലെന്ന് സ്വഹാബത്ത് പറയുന്നു. അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് എനിക്ക് സൂറത്തുൽ കൗസർ ആദ്യം മുതൽ അവസാനം വരെ ഇന്നാ അഅ്തൈനാകൽ കൗസർ, ആ ആയത്ത് ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് ഓതി തന്നു എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ അധ്യായം നൗമിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കിൽ വന്ന ആയത്തുകളാണ്. ഇതാണ് നൗമിയായ ആയത്തുകൾ. അർളിയായ ആയത്തുകൾ, അർളി എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ വെച്ച് വന്ന ആയത്തുകൾ. ഭൂമുഖത്തുള്ളപ്പോഴല്ല, ഭൂമിയുടെ അന്തർഭാഗത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളപ്പോൾ വന്ന ആയത്തുകൾ. പരിശുദ്ധ ഖുർആനിലെ ആദ്യ ആയത്തു തന്നെ അർളിയാണ്. ഇത് ഭൂമിയുടെ അന്തർഭാഗത്ത് വെച്ച് ഗുഹക്കുള്ളിൽ വെച്ച് അവതീർണമായ ആയത്തുകളാണ്. ആ ആയത്തുകളെ അർളി എന്ന് പറയും. സമാവിയായ ആയത്തുകൾ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തുള്ളപ്പോൾ വന്ന ആയത്തുകൾ, അഥവാ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവകാല പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ ഒരായത്ത് അവതീർണമായി. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, നബിയെ ചോദിച്ചു നോക്കൂ നബിയെ, നിങ്ങളെ പൂർവികരായ പ്രവാചകന്മാരോട് അവർ അനുഭവിച്ച ദുരന്തവും അവർ അനുഭവിച്ച സന്തോഷവും അവർ സമൂഹത്തിൽ നിന്ന് ഏറ്റ പ്രഹരങ്ങളും പ്രയാസങ്ങളും സന്തോഷവും സന്താപവും ഇതെല്ലാം ചോദിക്കൂ നബിയെ. അത് ആകാശത്ത് പ്രവാചകന്മാരെ കണ്ടപ്പോൾ സമാവിയായ ആയത്തുകളിൽ പെടുന്നു എന്ന് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ ആണ് പരിശുദ്ധ ഖുർആൻ. അതാണ് ജിന്നുകൾ ചെന്നിട്ടു പറഞ്ഞത്, ഈ ഖുർആൻ ഇന്നാ സമിഅനാ കിതാബൻ, ഞങ്ങളിതാ ഒരു ഗ്രന്ഥം കേട്ടിരിക്കുന്നു, ഉൻസില മിൻ ബഅദി മൂസാ, ആ ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ്. ആ അവതരണത്തിന് വേണ്ടി ഖുർആൻ അള്ളാഹു തആല തെരഞ്ഞെടുത്തത് ഇതുപോലെ ഒരു റമദാൻ മാസമാണ്. അള്ളാഹുവേ, ഖുർആനിന്റെ വക്താക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. ഖുർആനിന്റെ സമഗ്രതയാണ് ഇനി പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ വചനങ്ങൾ. അതോടൊപ്പം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഈ ഖുർആനിന് മുമ്പ് വന്ന ഏതെല്ലാം വേദഗ്രന്ഥങ്ങളുണ്ടോ ആ ഗ്രന്ഥങ്ങളെയെല്ലാം വാസ്തവമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുക്കളെല്ലാം ഈ ഖുർആനിൽ സമഗ്രമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. ജിന്നുകൾ ചെന്നിട്ട് പറഞ്ഞു, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗറാത്തിന് ശേഷം പിന്നീട് അവതരിപ്പിക്കപ്പെട്ട സമഗ്രമായ ഈ ഗ്രന്ഥം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളൊന്നുമില്ല. ഖുർആനിന്റെ പ്രതിപാദ്യം പ്രധാനമായി 3 കാര്യങ്ങളിലാണ്. ഏതായത്തുകൾ എടുത്താലും 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഒന്നുകിൽ ആയത്തുകൾ പ്രതിപാദിക്കുന്നത് തൗഹീദാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്, അല്ലെങ്കിൽ റിസാലത്താണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുടെ റിസാലത്താണ്, അതല്ലെങ്കിൽ ആഖിറത്താണ്. അള്ളാഹു ഈ ജീവിതത്തിന് ശേഷം പടച്ച റബ്ബ് നമ്മൾക്ക് സംവിധാനിച്ചിട്ടുള്ള പാരത്രികമായ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ. ഏതായത്തുകൾ എടുത്താലും ഈ മൂന്നാലൊരു അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ തൗഹീദ് ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വരണം. പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സംവിധാനിച്ച സൂര്യചന്ദ്രന്മാർ ദിശ തെറ്റാതെ, ഭ്രമണപഥം തെറ്റാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഖുർആൻ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആകാശത്തെക്കുറിച്ച് പറയണം, ഭൂമിയെക്കുറിച്ച് പറയണം, മറ്റു ഗോളങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതെല്ലാം അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് ചെന്നെത്തുന്ന വചനങ്ങളാണ്. റിസാലത്ത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള പൂർവകാല പ്രവാചകന്മാരുടെയൊക്കെയും മുഅ്ജിസാത്തുകളും മറ്റ് സംഗതികളും അവരുടെ റിസാലത്തും അവരുടെ നുബുവത്തും എല്ലാം ചർച്ച ചെയ്യണം. എല്ലാം ഖുർആൻ വളരെ സമഗ്രമായി അവതരിപ്പിച്ചു തന്നു, എല്ലാം ഉൾക്കൊള്ളിച്ചു. പരിശുദ്ധ ഖുർആനിൽ വരാത്ത സംഗതികൾ നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന സംഗതികൾ പോലും ഖുർആനിനൊരു വലിയ സംഭവമായിരിക്കാം. കാരണം അതിൻ്റെ ദുരന്തം അത്ര വലുതായിരിക്കും. എല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമഗ്രമായി അവതരിപ്പിക്കുന്നു.
വാക്കുകൾ കൂടുതലില്ല. എന്നാൽ ഒരക്ഷരം പ്രയോഗിച്ചാൽ ഖുർആനിലെ മുന്തിക്കലും പിന്തിക്കലും, ഒരു ഉദാഹരണം പറയാം. ചില ആയത്തുകളിൽ ചില കാര്യങ്ങൾ മുന്തിച്ചു പറയും. അങ്ങനെ മുന്തിച്ചതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് അധ്യായം അന്നൂർ, സൂറത്തുന്നൂറിലെ പ്രഥമമായ പ്രതിപാദ്യം അവിഹിത ബന്ധത്തെ കുറിച്ചാണ്. വ്യഭിചാരത്തിലകപ്പെടാൻ പാടില്ല. വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കുന്നിടത്ത് ഖുർആനിന്റെ ശൈലി നോക്കൂ നിങ്ങൾ. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. അസ്സാനിയതു വസ്സാനി, അസ്സാനിയതു വ്യഭിചരിച്ച പെണ്ണ്, വസ്സാനി വ്യഭിചാരം നടത്തിയ പുരുഷൻ, രണ്ടുപേരെയും അവർ അവിവാഹിതരാണെങ്കിൽ ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അവരെ രണ്ടുപേരെയും നിങ്ങൾ 100 അടി അടിക്കണം. ഇവിടെ ഖുർആൻ പൊതുവെ ഒരു പുരുഷ മേധാവിത്വം ഖുർആനിലുണ്ട്. അത് വകവെച്ചു കൊടുത്തേ മതിയാകൂ. കാരണം പ്രകൃതിപരമായിട്ട് തന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ മാറ്റമുണ്ട്. അതുകൊണ്ട് ഖുർആൻ എവിടെ സ്ത്രീയെയും പുരുഷനെയും ചേർത്തു പറയുമ്പോൾ അവിടെയെല്ലാം ആദ്യം മുന്തിച്ചു പറയാറുള്ളത് പുരുഷനെയാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ ആയത്തിൽ മുസ്ലിമീങ്ങളായ പുരുഷന്മാർ, വൽ മുസ്ലിമാത്ത് മുസ്ലിമീങ്ങളായ സ്ത്രീകൾ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മുഅ്മിനീങ്ങളായ പുരുഷന്മാർ, മുഅ്മിനത്തുകളായ സ്ത്രീകൾ. ഇങ്ങനെ സ്ത്രീകളെയും പുരുഷനെയും പരാമർശിക്കുന്നിടത്ത് ഖുർആൻ മുന്തിച്ചു പറയാറുള്ളത് പുരുഷനെയാണ് സാധാരണഗതിയിൽ. എന്നാൽ വ്യഭിചാരത്തിന്റെ വിഷയം പറഞ്ഞിടത്ത് ഖുർആൻ ആദ്യം പറഞ്ഞത് സ്ത്രീയെയാണ്. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. ഖുർആനിന്റെ സമഗ്രതയാണത്. അസ്സാനിയതു വസ്സാനി, വ്യഭിചരിച്ച പെണ്ണിനെയും, വസ്സാനി വ്യഭിചരിച്ച പുരുഷനെയും. എന്തിനാണ് ഇവിടെ വ്യഭിചരിച്ച സ്ത്രീയെ മുന്തിച്ചു പറഞ്ഞത്? ഒരു പുരുഷ മേധാവിത്വം കാണിക്കുന്ന ഖുർആൻ ഈ വിഷയം പറഞ്ഞിടത്ത് അവിടെ മാത്രം സ്ത്രീകളെ മുന്തിച്ചു പറഞ്ഞു. മുഫസ്സിറുകൾ പറഞ്ഞു, അത് ഏത് വ്യഭിചാരത്തിന്റെയും നാരായ വേര് അന്വേഷിച്ചു പോയാൽ അതിൻ്റെ തുടക്കം ഒരു പെണ്ണിൽ നിന്നായിരിക്കും. ഒന്നുകിൽ പെണ്ണ് ആവശ്യത്തിനാവാം, കോൾ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ സംസാരിച്ചതായിരിക്കും, അതല്ലെങ്കിൽ അവൾ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങിയതായിരിക്കും, മറ്റുള്ളവരെ മുന്നിൽ ചെന്നിട്ട് ശരീരം കാണിച്ച് പ്രദർശനം നടത്തിയതായിരിക്കും, മറ്റുള്ളവരോട് കൊഞ്ചിക്കുഴഞ്ഞതായിരിക്കും. ഇങ്ങനെ അത്തരം സംഗതികളാണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് മര്യാദക്ക് നിന്നാൽ ആ അവിഹിതം ഇവിടെ ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഖുർആൻ ആദ്യം പെണ്ണിനടക്ക്, എങ്കിലേ ഈ തോന്നിവാസം നാട്ടിൽ നിന്ന് പോകും. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. എത്ര മനോഹരമായ പ്രയോഗങ്ങളാണല്ലേ. ഖുർആൻ വെറുതെ ഓരോന്ന് അടുക്കടുക്കി വെച്ചത്. ആയത്തുകളുടെ തഖ്ദീം തഅഖീർ, അത് മുന്തിച്ചും പിന്തിച്ചും പറഞ്ഞതിലൊക്കെ വലിയ നിഗൂഢതകൾ ഖുർആൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായി വളരെ സമഗ്രമായ അവതരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തു. ഇനി കാലികമാണ് ഖുർആൻ. ഏത് കാലത്തും ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വസംഗതികൾക്കും ഖുർആൻ പരിഹാരമാണ്. ഏത് കാര്യത്തിനും പരിശുദ്ധ ഖുർആനിൽ പരിഹാരമുണ്ട്. ഖുർആൻ നീതി സംസാരിക്കുന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെ വരുന്ന നീതി സംസാരിക്കുന്നുണ്ട്. അഴിമതിക്കെതിരെ ഖുർആൻ ശബ്ദിക്കുന്നുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ഐക്യം വേണമെന്ന് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശത്തെ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. പരിസ്ഥിതിയിൽ ഒന്നുപോലും നശിപ്പിക്കരുത്, അത് പിന്നീട് വരുന്നവർക്കും കൂടെയുള്ള വിഭവമാണ്, ഇത് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഈ വക വിഷയങ്ങളിലെല്ലാം സാമ്പത്തികമായിട്ടുള്ള ചൂഷണം പാടില്ല, ദുർവിനിയോഗം പാടില്ല. ഈ വക വിഷയങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സംസാരിക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുർആനിന്റെ ആരുറപ്പുള്ള വചനങ്ങൾ, ഇത്രയേറെ സമഗ്രമായ വചനങ്ങൾ സ്വഹാബത്തിന് ഓതി കേൾപ്പിക്കുകയാണ്. അത് വള്ളി പുള്ളി തെറ്റാതെ ഇന്നും നമ്മൾ കൃത്യമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റത്തിരുത്തലുകളും നടന്നിട്ടില്ല. എക്കാലത്തും മാറ്റത്തിരുത്തലുകൾ നടത്താതെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ ഒരു വള്ളി പുള്ളി വ്യത്യാസം വരുത്താതെ തന്നെ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും ആ ഖുർആൻ ഉൾക്കൊള്ളിച്ച് പരാമർശിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അന്താക്കിയ നാട്ടുകാർ വന്നിട്ട് പറയുകയാണ്, ഹബീബായ തങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് മുഹമ്മദേ ഒരു ചെറിയ അപേക്ഷയുണ്ട്. എന്താണ് അപേക്ഷ? ഖുർആനിലെ ഒരൊറ്റ അക്ഷരത്തിൽ ഒരു മാറ്റം വരുത്തി തന്നാൽ മുഹമ്മദേ നിനക്ക് വേണ്ടതെല്ലാം, ദുനിയാവിൽ ആവശ്യമായതെല്ലാം ഞങ്ങൾ നൽകാം. അതുകൊണ്ട് ഒരൊറ്റ അക്ഷരം മാറ്റിത്തരാൻ കഴിയുമോ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്താ സംഭവം? മഹാനായ സയ്യിദുനാ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമും സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഇവർ രണ്ടുപേരും കൂടെ ചെങ്കടൽ തീരത്തുകൂടെ നടത്തിയ യാത്രാ വിവരണം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സംഭവമാണ്. അവർ രണ്ടുപേരും കൂടെ ഒരു നാട്ടിലേക്ക് എത്തിയപ്പോൾ ആ നാട്ടിലുള്ളവരോട് ഭക്ഷണം ചോദിച്ചു. പക്ഷേ ആ നാട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവർ വിശന്ന് രണ്ടുപേരും ആ നാട്ടിൽ നിന്ന് പുറത്തു പോരുകയാണ്. അപ്പോൾ അവര് വേറെ പ്രയാസപ്പെട്ടു പോയി. ഖുർആൻ ആ സംഭവം എടുത്തു പറഞ്ഞു. ഫന്തലഖാ ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമാ അഹ്ലഹാ ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ. അന്താക്കിയ നാട്ടിലേക്കാണ് അവർ ചെന്നത്. ഖുർആൻ ആ രംഗങ്ങനെ എടുത്തു പറയാൻ. അവർ ചെന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമും ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടെ ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു. അപ്പോൾ ഖുർആൻ പറയുന്നു, ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ. അവരെ രണ്ടുപേരെയും സൽക്കരിക്കാൻ ആ നാട്ടുകാർ വിസമ്മതം കാണിച്ചു. സൽക്കരിച്ചില്ല അവര്. ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ. ഇത് ഖുർആനിലെ ആ നാടിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. നാട്ടുകാര് വിസമ്മതിച്ചത് അതിങ്ങനെ എക്കാലത്തും ഖുർആനിലുണ്ട്. ഇത് അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അന്താക്കിയക്കാര്, സംഭവം മുമ്പേ കഴിഞ്ഞു പോയതാണ്. അക്കാലത്ത് ജീവിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഖളർ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ അവരുടെ പരമ്പര അന്ന് അന്താക്കിയയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയുന്നത്, ഇതിങ്ങനെ ഖുർആനിൽ ഇങ്ങനെ നിൽക്കല്ലേ, ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ. നാടിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അറിയുന്നവർക്ക് അറിയാലോ ഇത് അന്താക്കിയക്കാരാണെന്നുള്ളത്. നമ്മളെ പൂർവ്വകാല ഉപ്പാപ്പന്മാര് ചെയ്ത എന്തോ ഒരു നെറികേട് ഇക്കാലത്തും ഇങ്ങനെ നമ്മളിങ്ങനെ കേൾക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്കൊരു പ്രയാസമാണല്ലോ. അത് ആ തറവാട്ടുകാരാണ് അത് ചെയ്തത് എന്ന് പറയുന്നത്. അത് എക്കാലത്ത് നമുക്കൊരു പ്രയാസമാണ്. അതുകൊണ്ട് ഇവർ വന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുഹമ്മദ് ഒരൊറ്റ കാര്യം ചെയ്യണം. ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ എന്നല്ലേ ഖുർആനിലുള്ളത്. അവരെ രണ്ടുപേരെയും സൽക്കരിക്കാൻ വിസമ്മതിച്ചു എന്നല്ലേ. അതുകൊണ്ട് ആ അബൗ എന്നതൊന്ന് മാറ്റിയിട്ട് അവിടെ ഫഅതൗ എന്നാക്കിയാൽ മതി. നമ്മളെ ഇപ്പൊ ഖുർആനിലുള്ള പുള്ളി അനുസരിച്ച് അന്ന് പുള്ളിയില്ല, ഇന്നത്തെ ആ പുള്ളിക്കനുസരിച്ച് ആ ബാഇന്റെ പുള്ളി ഒന്ന് മാച്ചിട്ട് മേലക്ക് ഫഅതൗ എന്നൊന്നാക്കി തന്നാ മതി. അതൗ നാക്കിയാൽ അർത്ഥം നേരെ ഉൾട്ടയാവും. ഫഅതൗ അൻ യുളയ്യിഫൂഹുമാ. അവർ രണ്ടുപേരെയും സൽക്കരിക്കാൻ അന്താക്കിയക്കാര് ഓടിച്ചെന്നു എന്നുള്ള അർത്ഥം വരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർ വന്നിട്ട് പറഞ്ഞ്, അതൊന്ന് മാറ്റി തന്നാൽ ഒരു പുള്ളി, അതൊന്നും മാറേണ്ടതേ ഉള്ളൂ. എന്നാലോ ഇവരെ ലെവല് മാറും. ഫഅതൗ അൻ യുളയ്യിഫൂഹുമാ എന്ന് ഓതി തരുവാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ല, നിങ്ങൾ ദുനിയാവ് മുഴുവനും തന്നാലും അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവരെ പിരിച്ചുവിട്ടു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആനിൽ കാലത്തിനനുസരിച്ച് ഒരു വള്ളി പുള്ളി വ്യത്യാസമല്ല. എന്നിട്ട് ഖുർആൻ ഓരോ കാലത്തോടും സംവദിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതീർണമായ ഖുർആനില്
വള്ളി പുള്ളി മാറാതെ തന്നെ ഏത് സംഭവത്തോടും സ്യൂട്ടബിളായിട്ട് ഖുർആനിന്റെ ആയത്തുകൾ നിലനിൽക്കുന്നു എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഇജാസ്. വലിയ മുഇസ്സത്തല്ലേ ഇത്? ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയിട്ട് ആയത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ചിട്ട് അങ്ങനെയല്ലല്ലോ ഇത്. അതാണ് ഖുർആൻ. എക്കാലത്തും ഏത് സംഗതിയെയും അതിജയിക്കുന്ന പരിശുദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ എത്ര ആളുകളാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് വന്നത്. ആധുനിക കാലത്ത് പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങൾ കേട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഇഴകേറി ചർച്ച നടത്തിയിട്ട് എത്ര ആളുകളാണ് പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നത്.